ഹലോ, ടോക്സ് ഓൺ ബോർഡ്സ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UiPathലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആക്ടിവിറ്റി. ഇപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് ക്ലിക്ക്, ടൈപ്പ് ഇൻറ്റു ആക്ടിവിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റിയാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് UiPath സ്റ്റുഡിയോയിൽ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ് ഇതാണ്. ഈ ഒരു വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ രണ്ട് ഏരിയ ഉണ്ട്. കുറച്ച് ഫോട്ടോസ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അതിന് ട്രാഷും ഉണ്ട്. അപ്പം ഞാനിപ്പോൾ മാനുവലി ഇതിലേതെങ്കിലും ഒരു ഫോട്ടോനെ സെലക്ട് ചെയ്ത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അതിവിടെ ഡിലീറ്റ് ആയിട്ട് ട്രാഷിൽ കിടക്കും. അപ്പം ഇതേ ഒരു കാര്യം നമുക്ക് എങ്ങനെ UiPath സ്റ്റുഡിയോ ഉപയോഗിച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഡെമോയിൽ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, നോർമലി ഒരു വെബ്സൈറ്റിനകത്തോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനകത്തോ എന്തെങ്കിലും കാര്യം ഓട്ടോമേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ആക്കിയിട്ടാണ് ആദ്യം ഡ്രോപ്പ് ചെയ്യുക? യൂസ് ആപ്ലിക്കേഷൻ / ബ്രൗസർ അല്ലേ? അപ്പം ഞാൻ ആദ്യമായിട്ട് യൂസ് ആപ്ലിക്കേഷൻ / ബ്രൗസർ ആക്ടിവിറ്റിനെ ഇങ്ങോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണം? നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പോകുന്ന ടാബിനെ ഒന്ന് ഇൻഡിക്കേറ്റ് ചെയ്ത് കൊടുക്കണം അല്ലേ? അപ്പം ഞാനിവിടെ ഇൻഡിക്കേറ്റ് ആപ്ലിക്കേഷൻ ടു ഓട്ടോമേറ്റ് ക്ലിക്ക് ചെയ്തു, ഈ ഒരു ടാബിനെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അടുത്തതായിട്ട് എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആക്ടിവിറ്റി ട്രൈ ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പല രീതിയിൽ ആക്ടിവിറ്റീസിനെ സെർച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നോർമലി ഞാൻ ഇവിടെ ആക്ടിവിറ്റീസിൽ വന്നിട്ട് ഇവിടെ സെർച്ച് ചെയ്തതിന് ശേഷം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തിട്ടല്ലേ കാണിക്കാറ്. ഇന്നൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇവിടെയല്ലേ നമുക്കിപ്പോൾ ആക്ടിവിറ്റി വേണ്ടത്. അപ്പം ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നമുക്ക് വേണ്ട ആക്ടിവിറ്റീൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം കാണാൻ പറ്റും, ഫസ്റ്റ് ഞാൻ ഡ്രാഗ് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് നമ്മുടെ വർക്ക് സ്പേസിലേക്ക് ലോഡായി വരും. ഓക്കെ, അപ്പോൾ ഇനി എനിക്ക് എന്ത് ചെയ്യണം? ഇതിൽ രണ്ട് ഏരിയാസ് ഉണ്ട്, ഒന്ന് സോഴ്സ് എലമെൻറ്റ്, ഒന്ന് ഡെസ്റ്റിനേഷൻ എലമെൻറ്റ്. അപ്പോൾ ഞാൻ ആദ്യം സോഴ്സ് എലമെൻറ്റിനെ ഇവിടെ ഇൻഡിക്കേറ്റ് ഇൻ ക്രോമിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കും. നമുക്ക് ഇന്ന് ഈ മൂന്നാമത്തെ ഐറ്റത്തിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം അല്ലേ? അപ്പം ഞാൻ ഈ ഒരു ഐറ്റത്തിനെ സെലക്ട് ചെയ്ത് കൊടുത്തു സോഴ്സ് എലമെൻ്റ് ആയിട്ട്. ഓക്കെ, അതിനുശേഷം സെലക്ടറിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് വരുത്താം. ഇപ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് ഈ ഒരു സെലക്ടറിൽ മാത്രമല്ലേ വർക്ക് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല, കൺഫേം കൊടുക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്യണം, എവിടേക്കാണ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യേണ്ടത്, ആ ഏരിയ. അപ്പോൾ അതിനോട്ട് വീണ്ടും ഇവിടെ ഇൻഡിക്കേറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഈ ട്രാഷിനെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, കൺഫേം ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ സിമ്പിൾ ഓട്ടോമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്നാമത്തെ, അതായത് നമ്പർ 3 ആയിട്ട് കിടക്കുന്ന ഒരു ഇമേജിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ട്രാഷിലേക്ക് ഇടണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്നു. നമുക്ക് സെയിം ടൈം ഒന്ന് ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി നടക്കുന്നത് കാണാൻ പറ്റും. ഓട്ടോമേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യൂസിങ് ദ ഓട്ടോമേഷൻ UiPath ബോട്ട് എന്ത് ചെയ്തു? ആ ഒരു ഇമേജിനെ ട്രാഷിലേക്ക് ഓട്ടോമാറ്റിക്കലി മൂവ് ചെയ്തു. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ ഇതേ സിനാരിയോസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന പ്രൊജക്ട്സിൽ എവിടെയെങ്കിലും വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആക്ടിവിറ്റീനെ യൂസ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കോണ്ടന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും RPA പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. കൂടുതൽ വീഡിയോസ് ചാനലിൽ വരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി ഓട്ടോമേഷൻ വിത്ത് ടോക്സ് ഓൺ ബോർഡ്സ് മലയാളം. താങ്ക് യു.